എന്തൊക്കെയോ വിഷയങ്ങളിൽ ഇങ്ങനെ ഭയപ്പെട്ട് ആകുലപ്പെട്ട് ആങ്ഷ്യസ് ആയി എന്നെ കാണുന്ന പ്രിയ മക്കളുമാരോട് കർത്താവ് പറയുന്നു, ആകുലപ്പെടരുത്, ഭയപ്പെടരുത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തിൽ ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. ഉറപ്പാ, നിങ്ങൾ തോറ്റുപോകത്തില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരുപാട് വ്യക്തികളും ശക്തികളും സാഹചര്യങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. യഹോവ നിന്റെ ഇടയനാണെങ്കിൽ, അവൻ നിന്റെ പടകിലുണ്ടെങ്കിൽ, ഈ കൊടുങ്കാറ്റുകൾക്കും ഈശാനമൂലനും തിരമാലകൾക്കും ഒന്നും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ളത് എൻ്റെ ഇപ്പോഴുമുള്ള ദൈവത്തോടുള്ള ബന്ധമാണ്, പ്രസന്റ് സിറ്റുവേഷനാണ്. എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് പറഞ്ഞത് ആ ദൈവം എൻ്റെ ഇടയനായിരിക്കുമ്പോൾ എൻ്റെ നാളുകളെ ഓർത്ത്, എൻ്റെ അടുത്ത മണിക്കൂറുകളെ ഓർത്ത് എനിക്കൊരാകുലതയുമില്ല. കാരണം എൻ്റെ ദൈവം, എൻ്റെ ഉടയവൻ എനിക്കുണ്ട്. അവൻ എൻ്റെ ഇടയനാണ്. ആ ദൈവം എൻ്റെ ഉടയവനായിരിക്കുമ്പോൾ, അവൻ എൻ്റെ ഇടയനായിരിക്കുമ്പോൾ എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. വിശ്വാസം ഒരാശ്രയമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നാണ്. ഞാൻ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസം മാത്രമല്ല, അത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു പ്രശ്നത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അത് വിശ്വാസം മാത്രമല്ല, ഞാൻ അതിൽ ദൈവത്തെ ആശ്രയിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരൊറ്റ വ്യക്തികളും ഒരിക്കലും എങ്ങും പരാജയപ്പെടാൻ, തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ കൂരിരുളിന്റെ താഴ്വരകളിൽ കൂടി നിങ്ങൾ പോകേണ്ടി വന്നാൽ, ചില ഷാഡോ, ചില നിഴലുകളൊക്കെ കാണിച്ച് പിശാച് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കിയാൽ നിങ്ങൾ പേടിക്കുന്നവരല്ല, പേടിക്കുന്നവരാകരുത്. കാരണം ആ നിഴലുകൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ നിഴലുകൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എല്ലാ ഭയങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകട്ടെ. എന്തൊക്കെയോ വിഷയങ്ങളിൽ ഇങ്ങനെ ഭയപ്പെട്ട് ആകുലപ്പെട്ട് ആങ്ഷ്യസ് ആയി എന്നെ കാണുന്ന പ്രിയ മക്കളുമാരോട് കർത്താവ് പറയുന്നു, ആകുലപ്പെടരുത്, ഭയപ്പെടരുത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തിൽ ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. കാരണം ഈശാനമൂലൻ അടിക്കുമ്പോഴും, സമ്മതിക്കാത്ത കാറ്റടിക്കുമ്പോഴും, പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോഴും, മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ നടുവിൽ എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് ചിന്തിക്കുമ്പോഴും, അവസാനത്തെ പായിയും പറന്നു പോകുമ്പോഴും, അന്ന് രാത്രിയിൽ പൗലോസിനോട് ഒരു കാര്യം ദൈവം ഉറപ്പിച്ചു, മോനെ നീ തനിച്ചല്ല, നിനക്കൊരുടയവനുണ്ട്, നിനക്കൊരുടയവനുണ്ട്. നീയും നിന്റെ കൂട്ടവും തകർന്നു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്റെ ഉടയവനെ ഞാൻ സേവിക്കുന്നവനുമായ ദൈവം തന്റെ ദൂതനെ എന്റെ അടുക്കൽ അയച്ചു. പൗലോസെ, ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. എന്റെ നാളുകളെ അറിയാവുന്ന ദൈവം എന്റെ നാളുകളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ എനിക്ക് നൽകുകയാണ്. മക്കളെ, നിങ്ങളുടെ ഇന്നലകളെ നിങ്ങൾ കണ്ടു ഭാരപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ ഇന്നിനെ ഓർത്ത് നിങ്ങൾ ആകുലപ്പെടുന്നെങ്കിൽ, നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ നാളുകളെ അറിയാവുന്ന ദൈവം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും, സകലമല്ല സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഉറപ്പാ, നിങ്ങൾ തോറ്റുപോകത്തില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരുപാട് വ്യക്തികളും ശക്തികളും സാഹചര്യങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. യഹോവ നിന്റെ ഇടയനാണെങ്കിൽ, അവൻ നിന്റെ പടകിലുണ്ടെങ്കിൽ, ഈ കൊടുങ്കാറ്റുകൾക്കും ഈശാനമൂലനും തിരമാലകൾക്കും ഒന്നും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. നമ്മുടെ കൈ മുതൽ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തമാണ്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. വിശ്വസിക്കുന്നു. മനുഷ്യർ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്, ഗൂഗിള് പറയുന്നത്, ChatGPT പറയുന്നത്, മെഡിക്കൽ സയൻസ് പറയുന്നത്, ലോകം പറയുന്നത്, ഇതൊന്നുമല്ല നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം, ദൈവീക വാഗ്ദത്തം, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത വാഗ്ദത്തം, അത് ജീവനുള്ള ദൈവം തന്ന വാഗ്ദത്തമാണ്. അത് സർവശക്തനായ ദൈവം തന്ന വാഗ്ദത്തമാണ്. ഒരിക്കലും മാറിപ്പോകത്തില്ല, ഒരിക്കലും മാറിപ്പോകത്തില്ല. നിങ്ങൾ തോറ്റുപോകത്തില്ല, നിങ്ങൾ പരാജിതരാകത്തില്ല. ദൈവം നിങ്ങളെ മാനിക്കും.